മലയാളി മാസ്റ്റേഴ്സ് സംസ്ഥാന കായികമേളയ്ക്ക് നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ഇന്ന് വൈകുന്നേരം 4 മണി വരെയുള്ള മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ 163 പോയിന്റുമായി എറണാകുളം ജില്ല ഒന്നാം സ്ഥാനത്തും 84 പോയിന്റുമായി തിരുവനന്തപുരം രണ്ടാം സ്ഥാനത്തും 81 പോയിന്റുമായി കോട്ടയം ജില്ല മൂന്നാം സ്ഥാനത്തും തുടരുന്നു. 66 പോയിന്റുമായി ആതിഥേയ ജില്ലയായ ഇടുക്കി 6ാം സ്ഥാനത്താണ്. മീറ്റിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി ഇപ്പോൾ ചേരുന്നുണ്ട്. അനീഷ്, മലയാളി മാസ്റ്റേഴ്സ് കായികമേള എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് ഈ നിമിഷം നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിന്റെ ആദ്യ ദിനത്തിലെ അവസാന മണിക്കൂറുകളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇപ്പോഴേതാണ്ട് ഉച്ചയ്ക്ക് ശേഷം 4 മണി വരെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള മത്സരങ്ങളെല്ലാം ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 4 മണിക്ക് ശേഷമാണ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. ഉടുമ്പൻചോല MLA MM മണിയാണ് ഈ മേള ഔദ്യോഗികമായിട്ട്, ഈ സ്പോർട്സ് മീറ്റ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് മാർച്ച് പോസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടക്കുവാൻ വേണ്ടിയുണ്ട്. കട്ടപ്പന നഗരസഭ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയാണ് ഈ മാർച്ച് പോസ്റ്റിന്റെ സല്യൂട്ട് സ്വീകരിക്കുന്നത്. രാവിലെ മുതൽ വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങളാണ്. രാവിലെ 6 മണിക്ക് 5000 മീറ്റർ റണ്ണിംഗ് റേസോട് കൂടിയായിട്ടാണ് ഈ സംസ്ഥാന മേള ഇവിടെ ആരംഭിച്ചത്. അതിനുശേഷം വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങൾ നടന്നു. ഹർഡിൽസ്, ഷോട്ട് പുട്ട്, ഫീൽഡിലും ട്രാക്കിലുമായിട്ട് വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങളാണ് രാവിലെ നടന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഹർഡിൽസ് മത്സരങ്ങളാണ് നടന്നത്. ഇതിനുശേഷം ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ മത്സരങ്ങൾ നടന്നു. ഇതിനിടയിൽ ഉച്ചയ്ക്ക് ശേഷം 100 മീറ്റർ ഫൈനൽ മത്സരങ്ങളും നടന്നു. ഈ മത്സരങ്ങളെല്ലാം ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ആദ്യ ദിവസത്തെ ഷെഡ്യൂള് അനുസരിച്ചുള്ള സമയക്രമം പാലിച്ചുകൊണ്ടാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ലൈവിൽ വന്നപ്പോൾ എറണാകുളം ജില്ലയായിരുന്നു പോയിന്റ് നിലവാരത്തിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്നത്. 82 പോയിന്റുമായിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് എറണാകുളം ജില്ല മുന്നിലായിരുന്നു. ആ ഒരു മുന്നേറ്റം, ആധിപത്യം നിലനിർത്തുകയാണ് എറണാകുളം ജില്ല. ഈ 4 മണി നേരത്തും 163 പോയിന്റുമായിട്ട് എറണാകുളം ജില്ല ഏറ്റവും മുന്നിൽ തന്നെയുണ്ട്. ഇതേസമയം ഉച്ചയ്ക്ക് നമ്മൾ കണക്കുകൾ വിവരിക്കുമ്പോൾ ആദ്യ 5-ൽ പോലും ഇടമില്ലായിരുന്ന തിരുവനന്തപുരം ജില്ല ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. 84 പോയിന്റുമായാണ് തിരുവനന്തപുരം ജില്ല 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. കോട്ടയം 2ാം സ്ഥാനത്ത് ഉച്ചയ്ക്കുണ്ടായിരുന്ന കോട്ടയം ഇപ്പോൾ 81 പോയിന്റുമായി 3ാം സ്ഥാനത്തേക്കും. കണ്ണൂർ ജില്ലയും ഇതുപോലെ തന്നെയാണ്. ആദ്യ 5-ൽ പോലും രാവിലത്തെ മത്സരങ്ങൾ കഴിയുമ്പോൾ ചിത്രത്തിലില്ലായിരുന്നു. 76 പോയിന്റുമായി കണ്ണൂർ ജില്ല 4ാം സ്ഥാനത്തും എത്തുന്നു. 5ാം സ്ഥാനത്ത് കാസർഗോഡ് ജില്ലയാണ്. 75 പോയിന്റാണ് കാസർഗോഡ് ജില്ലയിലെ താരങ്ങൾക്ക് നേടുവാനായത്. ആതിഥേയ ജില്ലയായ ഇടുക്കി ഉച്ചയ്ക്ക് 3ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 66 പോയിന്റുകളാണ് ഇടുക്കി ജില്ലയ്ക്കുള്ളത്. എന്താണെങ്കിലും മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. MM മണി MLA ആണ് ഈ മേള ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്താണെങ്കിലും രാവിലെ മുതൽ ഏറ്റവും സുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് ഈ മീറ്റിൽ കാണുവാൻ വേണ്ടി സാധിച്ചത്. സാധാരണ നമ്മൾ സ്പോർട്സ് മീറ്റിലൊക്കെ ചെല്ലുമ്പോൾ യുവാക്കളുടെ മത്സരങ്ങളാണ് കാണുന്നതെങ്കിൽ ഇത് പ്രായം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നമ്പർ മാത്രമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് 80+, 70+, 60+ ആയിട്ടുള്ള കായിക താരങ്ങളൊക്കെ തന്നെ മിന്നുന്ന പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചതെന്ന് പറയാതിരിക്കുവാൻ തരമില്ല. എന്താണെങ്കിലും മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെഡ്യൂളുകൾ അനുസരിച്ചാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. വൈകിട്ട് ഏതാണ്ട് ഒരു 6:30യോട് കൂടിയിട്ട് മത്സരങ്ങൾ അവസാനിപ്പിക്കത്തക്ക രീതിയിലാണ് സംഘാടകർ ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടന പരിപാടികളെല്ലാം തന്നെ ആരംഭിക്കും.